ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂറോ സൈറ്റ്സ്. അപ്പോൾ പ്രായം ചെല്ലും തോറും നമ്മുടെ മസിലുകളൊക്കെ വീക്കാകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പിടിവിടും. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയം, ജോലിയുടെ ഇടയിൽ കിട്ടുന്ന സമയം നമുക്ക് ചില ചെറിയ എക്സസൈസൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് തൊട്ടടുത്തുള്ള ഒരു ജിമ്മിലേക്കാണ്. അപ്പോൾ ജിമ്മിൽ പ്രായമായവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രായമൊന്നൊരു പ്രശ്നമല്ല, നമുക്കവിടെ പോയി നോക്കാം എന്തൊക്കെ നമുക്ക് എന്നെ പോലെയുള്ള മറ്റു പലർക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നോട്ടിംഗ്ഹാം മാൻസ്ഫീൽഡിലുള്ള JDയുടെ ജിമ്മാണ്. ഇത് 24 hours ജിമ്മാണ് ഇത്. അപ്പോൾ ഇവിടേക്ക് പോകാനായിട്ട് ഇവിടുത്തെ ഒരു മന്ത്ലി ഫീസ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ 26 പൗണ്ടാണ്. 26 പൗണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഒരു 2700 റുപ്പീസ് വരും. ഇതിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ലോക്കുണ്ട്, അതായത് ഗേറ്റുണ്ട്. ഈ ഗേറ്റിൽ നമ്മുടെ പാസ്പോർട്ട് ഇവിടെ അടിച്ചിട്ട് വേണം അങ്ങോട്ട് കയറാനായിട്ട്. അപ്പോൾ ഇതാണ് നോട്ടിംഗ്ഹാമിലെ മാൻസ്ഫീൽഡിലുള്ള JD ജിം. അപ്പോൾ ഞാനിതിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഡ്രിങ്ക്സൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈഡ്രേഷനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വാമപ്പ് ചെയ്യണം. വാമപ്പ് ചെയ്യാനായിട്ട് ഞാൻ ത്രെഡ് മില്ലിലാണ് പോകുന്നത്. അപ്പോൾ ഈ ത്രെഡ് മില്ലിലാണ് ഞാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ വാമപ്പ്. ഒരു 15 മിനിറ്റ്സ് ഞാൻ ഇതിൽ ത്രെഡ് മില്ലിൽ ഓടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓടുമ്പോൾ തന്നെ നമുക്ക് അതായത് ശരീരം ഒന്ന് ഇളകി പിന്നെ നമുക്ക് മറ്റ് എക്സസൈസുകൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, 15 മിനിറ്റ് വാമപ്പ് എക്സസൈസ് ഞാനിപ്പോൾ ചെയ്തു കഴിഞ്ഞു. അത് ത്രെഡ് മില്ലിലെ ഓട്ടമായിരുന്നു. 10 മൈൽ പെർ അവർ എന്ന സ്പീഡിലാണ് ഞാൻ ഓടിയത്. അത്രേ പറ്റുള്ളൂ. പിന്നെ ഇത്രയും ഓടിയിട്ട് 15 മിനിറ്റ് ഞാൻ നിർത്താണ്ട് ഓടിയിട്ട് എനിക്ക് ഏകദേശം 85 കാലറീസാണ് ബേൺ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും എത്രമാത്രം കാലറീസ് ഉണ്ട്, അതൊന്ന് ബേൺ ചെയ്ത് കിട്ടണമെങ്കിൽ എത്രമാത്രം നമ്മൾ കഷ്ടപ്പെടണമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഇപ്പോൾ ടയർഡല്ല, നല്ല വിയർത്ത് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് 5 വയറിനുള്ള എക്സസൈസാണ്. അപ്പോൾ ഈ 5 ഇത് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച് വയറ് കുറയണമെന്നില്ല, നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്താൽ മാത്രമേ വയറ് കുറയുള്ളൂ. അപ്പോൾ ഈ എക്സസൈസും കാർബോഹൈഡ്രേറ്റും എണ്ണ ഷുഗർ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഈ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വയറ് കുറയും. നമുക്ക് ഏറ്റവും കൂടുതൽ ഫാറ്റ് അത് ശേഖരിച്ച് വെച്ചിരിക്കുന്നത് വയറ്റിലാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും വയറ് കൂടുന്നത്. അപ്പോൾ ഞാനും ട്രൈ ചെയ്യണേ. പക്ഷേ ഞാൻ ഡയറ്റൊന്നും കൺട്രോൾ ചെയ്യുന്നില്ല. എങ്കിലും ഈ 5 എക്സസൈസ് പ്രായം ചെന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ 5 എക്സസൈസ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട്സ് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് അബ്ഡോമിനൽ ക്രഞ്ച് എന്നാണ്. ഈ അബ്ഡോമിനൽ ക്രഞ്ച് എങ്ങനെ ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപ്രകാരം നമ്മൾ ചെയ്യണം. ഇവിടെ നമ്മൾ വെയിറ്റ് കൂട്ടി കൊണ്ടുവരണം. ഈ സീറ്റിൽ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു 12 സെറ്റ്, അതായത് 12 എണ്ണം വെച്ച് 3 സെറ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്താണ് ബാക്ക് എക്സ്റ്റൻഷൻ എന്ന് പറയും. ഇത് കണ്ടോ, ഇതാണ് ബാക്ക് എക്സ്റ്റൻഷൻ. ഇതിൽ പറയണമാതിരി നമ്മൾ ചെയ്യുക. ഇതിൽ നമ്മൾ വെയിറ്റ് കൂട്ടി കൊടുക്കുക. അപ്പോൾ അത് ചെയ്യാനുള്ള മെഷീനാണിത്. അപ്പോൾ ഈ ബാക്ക് എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 3 സെറ്റ് ചെയ്യണം. 12 എണ്ണം വെച്ച് ഓരോ സെറ്റിലും നിങ്ങൾ വെയിറ്റ് കൂട്ടി കൊടുക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർ കുറഞ്ഞ വെയിറ്റിൽ ചെയ്യുക. കാരണം നമുക്ക് വയറിൻ്റെ പേശികളിലൊക്കെ വേദന വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം.
മൂന്നാമത്താണ് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട്. ഇത് സിറ്റപ്പ് ചെയ്യുന്നതിൻ്റെ വേറൊരു വേർഷനാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇത് ചെയ്ത് നോക്കാം. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർ കുറച്ച് പ്രാവശ്യം ചെയ്താൽ മതി, പിന്നെ കൂട്ടി ചെയ്താൽ മതി. ഇതും ചെയ്യേണ്ടത് ഒരു 3 സെറ്റാണ്. ഒരു സെറ്റിൽ 12 എണ്ണം വെച്ച് അല്ലെങ്കിൽ 13 റിപ്പീറ്റ് വെച്ചിട്ട് ചെയ്യുക. ഹായ് ഗായ്സ്, 4ാമത്തെ വയറിനുള്ള എക്സസൈസാണിത്. ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ജിമ്മിൽ പോകുന്നവരൊക്കെ ഇത് ഒന്ന് ട്രൈ ചെയ്യുക. വീട്ടിൽ ചെയ്യുമ്പോൾ ഇതുണ്ടാവില്ല, പക്ഷേ ഞാനെല്ലാം കാണിക്കുന്നത് ജിമ്മിലെ മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. നമ്മൾ 5ാമത്തെ വയറിനുള്ള എക്സസൈസ് ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാകത്തിനുള്ള വെയിറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ റോപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.